ഇസ്ലാമിൽ മതപരിവർത്തനം ഉണ്ടെന്നേ. ആരാണ് കോയനോട് ഇല്ല എന്ന് പറഞ്ഞത്? കൃത്യമായ മതപരിവർത്തനം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. കോയ പിച്ചും പഴയും പറയാതെ, കോയന്റെ പിച്ചും പഴയും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചുമന്ന ഒട്ടകങ്ങളെക്കാൾ അത്രയും പ്രഷ്യസ് ആണ് ഒരു വ്യക്തിയെ മതം മാറ്റി ഇസ്ലാമിലെ. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലാന്ന്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക്. ഇതൊക്കെ എന്ത് കോയ? ചെറിയ പ്രതിഫലമാണ്. വലിയ പ്രതിഫലം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രതിഫലം. പക്ഷെ നിങ്ങൾ പറഞ്ഞ മതപരിവർത്തനം അല്ലട്ടോ. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ലവ് ജിഹാദിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന മതപരിവർത്തനം ഇസ്ലാം ഖുർആനിലും ഹദീസിലും ഒരു സ്ഥലത്തും ഇജ്മായിലും ഖിയാസിലും എവിടെയും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതേസമയം ഇസ്ലാം പറഞ്ഞ മതപരിവർത്തനം ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ചുമന്ന ഒട്ടകങ്ങൾ അത് ചെറിയ പ്രതിഫലമാണ്. അതേസമയം നിങ്ങളുടെ സ്വഭാവം കണ്ട്, നിങ്ങളുടെ സത്യസന്ധത കണ്ട്, ഇസ്ലാമിൻ്റെ മഹിമ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരാൾ കണ്ട് നിങ്ങളെ ഫോളോ ചെയ്ത് അദ്ദേഹം സത്യമാർഗത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഈ ദുന്യാവും അഥവാ ഈ ഭൂമിയും അതിലുള്ള സർവത്രവും കിട്ടുന്നതിനേക്കാൾ ഖൈറായത്, അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയുള്ള മതപരിവർത്തനം ഇസ്ലാമിലുണ്ട്, ഉണ്ട്, ഉണ്ട്. നമ്മുടെ സ്വഭാവവും സത്യസന്ധതയും ജീവിതശൈലിയും ആ വളരെ നീതിപരമായ ജീവിതവും കണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അങ്ങനെയുള്ള മതപരിവർത്തനം ഇസ്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കോയ പറഞ്ഞതൊക്കെ ചെറിയ പ്രതിഫലമാണ്.